എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ ഇന്നത്തെ പരീക്ഷ ഹോം സയൻസ്, അതുപോലെ ഗാന്ധിയൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ ഫിലോസഫി, ജേർണലിസം, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയായിരുന്നു. അതുപോലെ തന്നെ +1 വിദ്യാർത്ഥികൾക്ക് ഇന്ന് പാർട്ട് 1 ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു എക്സാമിനേഷൻ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഈസിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്, ഈ ഒരു +2 പരീക്ഷയിൽ തോൽക്കുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സേ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, A+ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് നേടണം എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു സേ പരീക്ഷയെക്കുറിച്ചും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു +2 പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കീം, അതായത് കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പരീക്ഷയോ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയോ അല്ലെങ്കിൽ JEE പരീക്ഷയോ എഴുതുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ സേ പരീക്ഷയുടെ കാര്യം നോക്കാം. അപ്പോൾ സേ പരീക്ഷ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് സേവ് എ ഇയർ, അതായത് ഒരു വർഷം ലാഭിക്കുക എന്നുള്ളതാണ് ഈ ഒരു സേ പരീക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിനാണ് +2 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. അതും റെഗുലർ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം, അതായത് സേ പരീക്ഷ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എഴുതാനായിട്ട് വിട്ടുപോവുകയോ, അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ഫിസിക്സ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്ജക്റ്റ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കമ്പ്യൂട്ടർ സയൻസ്, അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ ഏതെങ്കിലും എഴുതാനായിട്ട് വിട്ടുപോയി എന്ന് കരുതുക. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സേ പരീക്ഷ എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. സേ പരീക്ഷ സാധാരണഗതിയിൽ +2 പബ്ലിക് എക്സാമിനേഷൻ്റെ റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസം തന്നെയാണ് സേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാറുള്ളത്. അപ്പോൾ സേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്കൂളിൽ, അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷാ ഫീസും, അതുപോലെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ടും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫിസിക്സും അതുപോലെ കെമിസ്ട്രിയും ഒരു വിദ്യാർത്ഥി എഴുതിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു വിഷയം എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന് നിങ്ങൾക്ക് 2 വർഷം കൂട്ടുന്ന സമയത്ത് ജയിക്കാനുണ്ടായിരുന്ന ആ ഒരു മാർക്ക്, അതായത് D+ ഗ്രേഡ്, അതായത് 30% മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരുന്നതാണ്. നിങ്ങൾ ഈ ഒരു സേ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഹയർ സെക്കൻഡറി, അതായത് തുടർ പഠനത്തിനായിട്ട് എലിജിബിൾ ആയിട്ടില്ല, അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളത് നിങ്ങളുടെ റിസൾട്ടിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അതായത് D ഗ്രേഡോ അല്ലെങ്കിൽ E ഗ്രേഡോ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് പരാജയപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാതെ ഇരുന്നാലും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മിനിമം ഒരു D+ ഗ്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ 2 വർഷത്തെ മാർക്ക് കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 30% മാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അതായത് +1 +2, അതായത് +2 മാർക്ക് കൂട്ടുന്ന സമയത്ത് CE കൂട്ടാതെ TE, അതായത് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ, അതായത് 40 മാർക്കിൻ്റേതല്ല, അതായത് 60 മാർക്കാണ്. അപ്പോൾ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഒരു വർഷം ജയിക്കാൻ വേണ്ടത് 18 ആണെങ്കിൽ 2 വർഷത്തേക്ക് ജയിക്കാനായിട്ട് വേണ്ടത് 18 × 2 36 മാർക്ക് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ TE ഇനത്തിൽ, അതായത് ഈ ഒരു എഴുത്തു പരീക്ഷ ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് D+ ഗ്രേഡ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് 24 മാർക്കാണ്. അതായത് 80ൻ്റെ 30% മാർക്കാണ് 24 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു 24 മാർക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 2 വർഷത്തേക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 24 48 മാർക്ക് 2 വർഷത്തേക്ക് TE മാർക്ക് ഇനത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു D+ ഗ്രേഡ് ലഭിക്കില്ല, D ഗ്രേഡ് ആയിരിക്കും ലഭിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷ, അതായത് ഇംപ്രൂവ്മെൻ്റ് അല്ല സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് CE മാർക്ക് കൂട്ടാതെയാണ് ഈ ഒരു TE മാർക്ക് വിദ്യാർത്ഥികൾ 36 അല്ലെങ്കിൽ 48 മാർക്കോ 2 വർഷത്തെയും ആ ഒരു മാർക്കായിട്ട് വാങ്ങിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്.
ഇനി ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം. ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ, അതായത് റെഗുലറായിട്ട് ഇപ്പോൾ +2 സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പരീക്ഷ എഴുതിയ ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയി, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ 2-3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു വിഷയം മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതാണ് വിഷയം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു വിഷയം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ പരീക്ഷയുടെയും ഫീസ് കൂടി നിങ്ങൾക്ക് അറിയാം. അതായത് നിങ്ങൾക്ക് സേ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നത്, 7 ഇയർ എന്നുള്ള ആ സേ പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 175 രൂപയാണ് ഒരു വിഷയത്തിന് വരുന്ന ഫീസ് എന്ന് പറയുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ആകെ ഒരു വിഷയം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. അതിനൊരു വിഷയത്തിന് 500 രൂപയാണ് ഫീസ്. ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ ഫീസും അതുപോലെ പേരിലും മാത്രമേ മാറ്റമുള്ളൂ. പരീക്ഷയൊക്കെ ഒരുമിച്ചാണ്. അത് സേ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഒരേ പരീക്ഷയാണ്, ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരേ ടൈമിൽ തന്നെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക. ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് അതായത് നിങ്ങളുടെ റിസൾട്ട് ഏകദേശം മെയ് മാസത്തിലാണ് വരിക. അപ്പോൾ മെയ് മാസത്തിൽ ആ റിസൾട്ട് വന്ന ശേഷം അടുത്ത ദിവസത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും സേ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടേത്. അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂളിൽ പോയിട്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എക്സാമിനേഷൻ ജൂൺ മാസത്തിലാണ് വരിക. അപ്പോൾ ജൂൺ മാസം പകുതിയോടെ തന്നെ ഏകദേശം എക്സാമിനേഷൻ വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും സബ്ജക്റ്റ് പരാജയപ്പെടുകയാണെങ്കിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെ പരീക്ഷ എഴുതിയിട്ട് ജയിക്കാനായിട്ട് നോക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഈ ഒരു SSL, അതായത് ഈ ഒരു SSLC അല്ല, ഈ ഒരു +1 അല്ലെങ്കിൽ +2 മാർക്ക് അല്ലെങ്കിൽ +1ന് മാർക്ക് കുറവായിരുന്നു, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നീറ്റ് അല്ലെങ്കിൽ കീം JEE പരീക്ഷകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോ എഴുതുന്നതിനോ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക, എഴുതുക. നിങ്ങളുടെ +2ൻ്റെ, അതായത് ഇപ്പോൾ എഴുതുന്ന പരീക്ഷയുടെ മാർക്കാണ് എലിജിബിലിറ്റി ആയിട്ട് നീറ്റിന് നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എലിജിബിലിറ്റിക്ക് മാത്രമാണ് നീറ്റിൽ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് നോക്കുന്നത്. ആ റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് നീറ്റ് ലഭിച്ച സ്കോർ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷ പഠിച്ച് അതുപോലെ നീറ്റ് JEE അതുപോലെ തന്നെ കീം എന്നിവയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് എക്സാമിനേഷൻ എഴുതുക. ഈ ഒരു എക്സാമിനേഷൻസിനൊന്നും നിങ്ങൾക്ക് എത്ര മാർക്കാണ് +1 ലഭിച്ചത് എന്നുള്ളത് ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതാനായിട്ട് കാത്തിരിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഈ ഒരു പരീക്ഷയിൽ തന്നെ നിങ്ങൾ ജയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ സേ പരീക്ഷ ചെയ്ത് റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ ഡിഗ്രിയുടെയൊക്കെ അഡ്മിഷൻ സ്റ്റാർട്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ലേറ്റ് രജിസ്ട്രേഷനാണ് ചെയ്യാൻ സാധിക്കുക. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞ ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാകും ഡിഗ്രി പ്രവേശനത്തിൽ. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന രീതിയിൽ ഒരു രജിസ്ട്രേഷൻ വരും. ഇതുവരെ അപ്ലൈ ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഏകദേശം സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യപ്പെടും. അതുപോലെ തന്നെ കീം എഴുതാനായിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ തന്നെ ജയിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ കീമിൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങളുടെ +2ൻ്റെ മാർക്ക് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ നിങ്ങൾക്ക് +2ൻ്റെ സബ്ജക്റ്റ് ഫെയിൽഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ യോഗ്യത നേടുന്നതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി A+ ലഭിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ A+ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക്, അതായത് 200ലാണ് മാർക്ക് വരിക, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ ഇതിൽ 20 മാർക്ക് CE ആണ്. 2 വർഷത്തെ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് 40 മാർക്ക്, അതായത് ഈ ഒരു 80ഉം 20ഉം 100 മാർക്ക്, 100 മാർക്കും 100 × 2 200 മാർക്കാണ് 2 വർഷം 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് വരിക. അതുപോലെ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ 40 മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ 20 മാർക്ക്, അതായത് 40 അല്ല 60 മാർക്ക് എഴുത്ത് പരീക്ഷയും അതുപോലെ തന്നെ 20 മാർക്ക് CE മാർക്കും. അതുപോലെ തന്നെ ഇത് 2 വർഷത്തെ കൂട്ടുന്ന സമയത്ത് ഏകദേശം 80 × 2 160 മാർക്കാണ്. 160ഉം ഇതിനോടൊപ്പം ലാബിൻ്റെ 40 മാർക്കും ടോട്ടൽ 200 മാർക്കാണ് വരിക. അപ്പോൾ 200ൽ നിങ്ങൾക്ക് 150 മുതൽ 200 വരെ ലഭിക്കുകയാണെങ്കിൽ A+, 160 മുതൽ 159 വരെ ലഭിക്കുകയാണെങ്കിൽ A ഗ്രേഡും, അതുപോലെ 140 മുതൽ 159 വരെ ലഭിക്കുകയാണെങ്കിൽ B+, 120 മുതൽ 139 വരെ ലഭിക്കുകയാണെങ്കിൽ B ഗ്രേഡും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 100 മുതൽ 119 വരെയാണ് മാർക്ക് ലഭിക്കുന്നത്, അതായത് 30% TE മാർക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ C+ ഗ്രേഡാണ് ലഭിക്കുക. അതുപോലെ തന്നെ 80 മുതൽ 99 മാർക്ക് വരെ ലഭിക്കുകയാണെങ്കിൽ C ഗ്രേഡും, 60 മുതൽ 79 മാർക്ക് വരെ, അതായത് CE അതുപോലെ തന്നെ TE അതുപോലെ തന്നെ ലാബ് ഉണ്ടെങ്കിൽ, അതായത് പ്രാക്ടിക്കൽ ഉണ്ടെങ്കിൽ പ്രാക്ടിക്കൽ, ഇതിൻ്റെയൊക്കെ മാർക്ക് ടോട്ടൽ നോക്കുന്ന സമയത്ത് 60 മുതൽ 70 വരെ ഉണ്ടെങ്കിൽ D+ ഗ്രേഡും, അതുപോലെ 40 മുതൽ 59 വരെ ലഭിക്കുകയാണെങ്കിൽ D ഗ്രേഡാണ്, അതായത് ഫെയിൽഡ് ആണ്. അതുപോലെ 40 മാർക്കിന് താഴെ ലഭിക്കുകയാണെങ്കിൽ E ഗ്രേഡാണ്, അതും ഫെയിൽഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ഒരു D+ ഗ്രേഡെങ്കിലും നേടുന്നതിലേക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.